അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റൗദത്തുൽ ഹദീത്തിന്റെ പുതിയ പാഠത്തിൽ നുബൈഹ ഇബ്നു വഹബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ നുബൈഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു വചനമാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. അന്ന കഅബൻ ദഖല അലാ ആയിഷ റളിയല്ലാഹു അൻഹ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ആയിഷ ബീവിയുടെ ഭവനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹുവിനെ നമുക്കറിയാം, പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അഗാധമായ പാണ്ഡിത്യം ഇസ്ലാമിക കാര്യങ്ങളിൽ നേടിയെടുത്ത മഹാനാണ്. അതിന്റെ പുറമെ ജൂതമതത്തിലും അവഗാഹം ബഹുമാനപ്പെട്ടവർക്കുണ്ടായിരുന്നു. പൂർവ്വവേദങ്ങളിൽ വളരെ വലിയ ജ്ഞാനിയായിരുന്നു. ഫദക്കറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷാബിയുടെ വീട്ടിൽ അവർ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഒരു സ്മരണ അയവിറക്കുകയാണ്. ഫദക്കറു എന്ന് പറഞ്ഞാൽ ആയിഷാബിയുടെ ഭവനത്തിൽ ഒരുപാട് സഹാബത്തും മറ്റും സംഗമിച്ചിട്ടുണ്ട്. അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, അവിടുത്തെ ജീവിതത്തെ പരാവർത്തനം ചെയ്യുകയാണ്. ആ കൂട്ടത്തിൽ ഫഖാല കഅബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാമിൻ യൗമിൻ യത്ലൂഉ ഇല്ലാ നസല 70,000 മിനൽ മലായിക. ഏതൊരു ദിവസം ഉദിച്ചുയർന്നാലും ആ ദിവസത്തിൽ 70,000-ഓളം വരുന്ന മലായിക്കത്ത് വാനലോകത്ത് നിന്ന് അവതരിക്കുന്നതാണ്. ഹത്താ യഹ്ഫു ബിഖബ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകൾ വന്ന് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫിനെ ആവരണം ചെയ്യും. യദ്രിബൂന ബി അജ്നിഹത്തിഹിം. അവരുടെ ചിറകുകൾ കൊണ്ട് ആ ഖബർ ഷരീഫിനെ അവർ ആവരണം ചെയ്യുകയും ചിറകിട്ടടിക്കുകയും ചെയ്യും. വയസല്ലൂന അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലും. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മുല്ലായിൽക്കാരിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കുണ്ടായി ബിസ്സനാഇൽ ജസീലി വദ്ദുആഇൽ ജമീൽ. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സുന്ദരമായ കീർത്തനങ്ങൾ ആലപിക്കുന്നു. വിശുദ്ധ പ്രവാചകന്റെ പരലോക പദവിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനാ നിരതരാകുന്നു. ഈ നിലക്ക് അവർ സ്വലാത്ത് ചൊല്ലുന്നു. ഹത്താ ഇദാ അംസൗ. അങ്ങനെ പ്രദോഷമായി കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ, ഖറജു അറജു. അവർ ഭൂമി ലോകത്തുനിന്ന് വാനലോകത്തേക്ക് ഉയർന്നു പോവുകയാണ്. വഹബത മിസ്ലുഹും. തുടർന്ന് വീണ്ടും സമാനമായ രൂപത്തിൽ തന്നെ മലായിക്കത്ത് വാനലോകത്ത് നിന്ന് അവതരിക്കുന്നു. അഥവാ 70,000 മലായിക്കത്ത് വീണ്ടും അവതരിക്കുന്നു. ഫസനഉ മിസ്ല ദാലിക്. മുമ്പ് വന്ന 70,000 മലായിക്കത്ത് ഖബർ ഷരീഫിനെ പൊതിഞ്ഞതുപോലെ, ആനന്ദോദ്ദുലരായി ചിറകിട്ടടിച്ചതുപോലെ, പ്രവാചകന്റെ പ്രകീർത്തനങ്ങളും പ്രവാചകന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നിർവഹിച്ചതുപോലെ, പുതിയതായി വന്ന 70,000 മലായിക്കത്തും അതേപോലെ നിർവഹിക്കുന്നു. ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. ഖിയാമത്ത് നാൾ വരെ ഈ അവസ്ഥ തുടരും. ഹത്താ ഇദൻ ഷഖ്ഖത് അൻഹുൽ അർദ്. ലോകാവസാനത്തോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് പൊട്ടിപ്പിളർന്ന് വിശുദ്ധ പ്രവാചകനായിരിക്കും ആദ്യമായി മഹ്ശറിലേക്ക് പ്രയാണം തിരിക്കുക. അങ്ങനെ പ്രയാണം തിരിക്കാൻ വേണ്ടി ഖബർ ഷരീഫ് പൊട്ടിപ്പിളരുന്നത് വരെ ഇത് തുടരും. ഖറജ ഫീ 70,000 മിനൽ മലായികത്തി യസുഫൂനഹു. 70,000-ഓളം വരുന്ന മലായിക്കത്ത് ആ സമയം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആനയിച്ചുകൊണ്ട് മഹ്ശറിലേക്ക് പോകും. ഇമാം ദാരിമി ഉദ്ധരിച്ച ഹദീസാണിത്. മിശ്കാത്തുൽ മസാബിഹിന്റെ 5955-ാമത്തെ വചനമായി ഇത് കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്മാരായ സഹാബത്ത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയുള്ള സ്വലാത്തുകളിലും വിശുദ്ധ പ്രവാചകന്റെ പ്രകീർത്തനങ്ങളിലും നിരതരാകുന്നു. നമ്മൾ സംസാരിക്കുന്ന സമയത്തും റൗള ഷരീഫിൽ നാം കാണാത്ത രൂപത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുന്നു. ലോകാവസാനം വരെ അത് തുടരുന്നു എന്നുള്ളതാണ് വിശ്വാസികളെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനവും സ്വലാത്തും എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിന് വിലയുണ്ട്, നിലയുണ്ട് എന്ന് ഈ വചനം നമ്മളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഭവനാന്തരങ്ങളിൽ വെച്ച് വിശുദ്ധ പ്രവാചകനെ പ്രകീർത്തിക്കുന്ന, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവിടുത്തെ മൗലിദിന്റെ മർമ്മം എന്ന് പറഞ്ഞാൽ മദ്ഹ് കീർത്തനങ്ങൾ തന്നെയാണ്. അത് ആലപിക്കുന്ന സ്വഭാവം സഹാബത്തിനുണ്ടായിരുന്നു, താബിഈകൾക്കുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. സത്യമായി ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.